Hello guys, welcome back to my channel Gamer Master IT. Yes guys, today we game with Free Fire, Garena Free Fire Max. അപ്പോൾ നമുക്ക് നേരെ മാക്സിലോട്ട് പോകട്ടോ, സംസാരിച്ചിരിക്കണ്ട. ഇതെന്ന് വെച്ചാൽ റൈവാണ് ഗൈസ്, കളിച്ച് നോക്കാന്നേ ഉള്ളൂ ഞാൻ പറയുന്നത്. ഇപ്പോൾ അടിച്ചിടാൻ പറ്റിയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഞാനിത് പണ്ട് എൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ കുറേ ബണ്ടിൽസും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതും അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ വേറൊരു അക്കൗണ്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കളി തുടങ്ങിയിട്ട്. ഇപ്പോൾ പണ്ടത്തെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിന് മുമ്പത്തെ ഈ ടൈം പോയ അക്കൗണ്ടില്ലേ, അതിന് മുമ്പുണ്ടായിരുന്നൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ടാണ് വേറെ ഒന്നുണ്ടായിരുന്നു. നല്ല സ്കിന്നൊന്നും ഇല്ല അല്ലെങ്കിൽ ഈ AK-47 സ്കിൻ നോക്കി. കലാഷ്നിക്കോ തോക്കിൻ്റെ സ്കിന്ന്, AK-47 സ്കിന്ന് നമ്മളിലുള്ളതാണെങ്കിൽ AK-47 രൂള സ്കിന്ന് അങ്ങ് ഡൗൺലോഡ് ചെയ്യും. ഒരു സ്കിന്നും വേണ്ടാന്ന് പറ്റില്ല, എല്ലാ ദിവസവും പ്ലേറ്റിലോട്ട് വയ്ക്കാം. ആകപ്പാടെ ഊള സ്കിന്നുകളുണ്ട്. The best way to see another day, stay safe. You know those അലോക്കിനെ എടുത്തിട്ട് കുറെ കാലം ഇവനെ വെച്ചിട്ട് കളി വെച്ച് നോക്കിയാലോ. Chegou a hora, solta o som. Chegou a hora, solta o som. അപ്പോൾ ഒരു മെസ്സേജ് നോക്കാം. എൻ്റെ മാമൻ്റെ മോനാണ്, വരത്തില്ല. ഒരു മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അല്ലെ അവൻ്റെ കൂടെ റൂമിട്ട് കളിക്കായിരുന്നു, പൊളിക്കും. നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ, ഷൂറായിട്ട് നമ്മൾ ഫ്രീ ഫയറിൽ ഒരു ദിവസം അവൻ്റെ കൂടെ റൂമിട്ട് കളിക്കും. ലാഗ് അടിക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യാല്ലേ, റെക്കോർഡ് ചെയ്യുമ്പോൾ ലാഗ് അടിക്കും വേറെ കാര്യം. ഇപ്പം മാറിയില്ലേ, സ്മൂത്തായി. ഇതന്നെയാണ് ഫ്രീ ഫയർ. ഇത് കൺട്രോൾ ഇതെൻ്റെ പഴയൊക്കെ ഒന്ന് കൈപ്പോട്ടെ. കയ്യെത്തും ദൂരത്ത് കൊണ്ട് വെക്കാനല്ലാതെ ഇവിടെ ഇറങ്ങാട്ടോ. എന്താടാ ഡീജലൊക്കെ പൊളിയാണ് കേസ്. അവൻ്റെ ലുക്ക് തന്നെ നോക്കിക്കുക. പണ്ട് ഇവൻ്റെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. ക്രോണോ ഏകദേശമൊക്കെ ഇതുപോലെ തന്നെയാണ്, ബ്ലാക്ക് ഡ്രസ്സൊക്കെ തന്നെയാണ് ഈ അപ്ഡേഷനിൽ വന്നേക്കുന്നത്. ക്രോണയും പൊളി തന്നെയാണ്. ക്രോണ പിന്നെ പറയേണ്ട കേസ്, വേറെ ലെവലാണ്. ഇങ്ങനെ കളിച്ചിട്ട് കൺട്രോൾ കിട്ടുന്നില്ല, കുറേ ദിവസമായല്ലോ. ഇവിടെ തന്നെ കൊണ്ട് വെച്ചേക്കാം, സൈസ് കുറച്ച് കൂട്ടാം, അത് തന്നെ മതി. അമ്പോ ഞാനെവിടാ, ഇതൊക്കെ എന്ത് ഊള ഗണ്ണാടാ കൊണ്ട് ഓരോന്നായിട്ടാണ് പൊട്ടുന്നത്. എനിക്ക് കേട്ടോ ഒരു പ്രാവശ്യം ട്രിഗർ വിളിച്ചാൽ തന്നെ 1000 വട്ടം പൊട്ടുന്ന ഗണ്ണ് കാണാം. അതാരും എനിക്ക് ഉണ്ടാക്കി തരും. വേട്ടാവളിയും വെടിവെക്കുന്നത് ആരാ? അയ്യേ, എന്ത് ഗണ്ണോടാ ഞാൻ എടുത്തത്? AK-47 ഇല്ല ഇവിടെ. അതപ്പോ നോക്കിയേ, എന്തോളം കണ്ണ് വെച്ചാലും ഞാൻ അടിച്ചിട്ടുണ്ട്. ആരോ ഓടിക്കുന്നുണ്ടല്ലോ.
നമ്മളല്ല, എന്നാലും നമ്മൾ കയറി ഇടപെട്ടില്ലെങ്കിൽ അത് വേറെ പ്രശ്നമാവും. എവിടെ കച്ചറ നടക്കണമെങ്കിൽ നമ്മൾ കയറി ഇടപെടും. മുഖത്ത് 2-3 കൈയുടെ അടയാളം വീണാണ്. മിസ്സായി മിസ്സാവരുത്. അവനെ എനിക്ക് തന്നെ വേണം. പോന്നു. അവനെ മിസ്സാവരുത്. എനിക്കവനെ മിസ്സാവരുത്. ഇതാ പോന്നു വേട്ടാളൻ. ഒക്കെ അടിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ ടിക്റ്റാൻ അടിച്ചിട്ടുണ്ട്. ഇന്ന് റീലോഡാവത്തെ അല്ലേ? എനിക്ക് കിട്ടിയ ഊള ഗണ്ണാടാ. അവൻ്റെ വല്ല ഗണ്ണുണ്ടോ? അതിനെ മതി. ഗണ്ണൊന്നും കിട്ടിയിട്ടില്ല. അത് നല്ല ഗണ്ണ് കിട്ടാൻ ഇപ്പം എന്താ ചെയ്യുക? കലാഷ്നിക്കൊക്കെ വേണമായിരുന്നു. AK-47 കിട്ടിയില്ല ഗൈസ്. 6 ലെവലായിപ്പോയി. നാശകോശം. മൂട്ടിൽ വെച്ച് പടക്കം പൊട്ടിക്കാൻ എനിക്ക് ഗണ്ണൊന്നുമില്ല. അല്ല വേണ്ട ഗൈസ്, ഇതുകൊണ്ട് തന്നെ കളിച്ച് തീർക്കാൻ കഴിയുമോ നോക്കട്ടെ. ഈ ഗണ്ണുകൊണ്ട് കളിച്ച് തീർക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് 20 ലൈക്കും എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. എല്ലാവരും 20 ലൈക്ക് അടിക്കരുത്. ഒരാൾ 1 ലൈക്ക് അടിച്ചാൽ മതി. അതൊക്കെ മതി ഗൈസ്. നമുക്ക് ഒരാൾ 20 ലൈക്കൊക്കെ അടിക്കാൻ വെച്ചാൽ അയാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് സമമല്ലേ? 1 ലൈക്കൊക്കെ കിട്ടിയാൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈ ആവും. പിന്നെ എന്തിനാ 20 എണ്ണമൊക്കെ? പോയിന്റ് ലീഡേഴ്സിനെ കണ്ടുപിടിക്കണം. ഇവിടെ ഷീൽഡ് ഗണ്ണും പിടിച്ച് വെക്കുന്നുണ്ട്. ബാട്ടാളൻ ഡീജലോക്കടാ ഞാൻ. നിനക്ക് ശരിക്കും എന്നെ അറിയില്ലാന്ന് തോന്നുന്നു. പോയി നോക്ക് ഞാൻ ആരാന്ന്. ഗെയിമർ മാസ്റ്റർ വൈറ്റി. അവന് ഞാൻ ആരാന്ന് അറിയത്തില്ല. 10 ആൾക്കാർ ജീവനോട് ഇപ്പോഴും ഇരിക്കുന്നു. എടാ എത്ര വട്ടം. ഓ അടിക്കില്ല. ഓട്. അതാരടാ? അത് ഏത് പന്നയാടാ അടിച്ചത് തന്നെ? എൻ്റെ മെഡിക്കിറ്റ് തീരും. അമ്മമാരൊക്കെ എൻ്റെ വാഴയും വെച്ചാൽ മതിയായിരുന്നു മനുഷ്യനെ. എവിടുന്നോ പോയിന്റുകളിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ആളെ കാണാനില്ല. ചേട്ടാ 10 ആൾക്കാർ ജീവിച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് എന്നെ കൊന്ന്. മോശമായിപ്പോയി. വെറും 10 ആൾക്കാർ ജീവിക്കുന്നതിൻ്റെ അടുത്ത് എന്നെ കൊന്നു. എന്നാലും അത് തീരെ പ്രതീക്ഷിക്കാത്തൊരു കില്ലായിപ്പോയി കിട്ടിയത്. അത് നമ്മൾ കുറേ പൊരുതി ഒറ്റയ്ക്ക് വന്നവനാടാ. നമ്മുടെ ചെക്കൻ ഇവിടെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ചെക്കനെ നല്ല ഡ്രസ്സ് ഇടിപ്പിക്കും. ഞാനിപ്പോഴൊരു കാര്യം പറഞ്ഞു. എൻ്റെ കയ്യിൽ ഡ്രസ്സൊന്നും ഇല്ല. ഏതായാലും ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിരിക്കട്ടെ. ഇമോട്ട് ഇക്വിപ്പ് ഇതെടുക്കുക. ഡൗൺലോഡ് ആള്. ബൂയ. തൽക്കാലം ഇത് മതി. ബൂയ മതി. പിന്നെ പോടാ. ഇത് തന്നെ മതി. ഇതാ കാണാൻ ലുക്ക്.
അവിടെ ഇതൊക്കെ എനിക്കൊന്ന് മാറ്റണം. നമുക്ക് നമ്മുടേതായിട്ടുള്ള വെക്കണം. എൻ്റെ ഒരു സ്വപ്നമാണ് ഗൈസ് ഹീറോയിക്. ഫ്രീ ഫയർ നെയിമൊന്ന് മാറ്റാം. നെയിം മാറുമോ ആവോ? ഡേഞ്ചർ മലയാളി എന്ന് കൊടുക്കുക. ഡേഞ്ചർ മലയാളി. ഡേഞ്ചർ മലയാളി. കില്ലർ മലയാളി. കില്ലർ മലയാളി. എന്നാ പിന്നെ പോയി പണി നോക്കാറുണ്ട്. പിന്നെ പണിയൊന്നുമില്ല. അയ്യേ, ഞാൻ എന്റെ ഡ്രസ്സ് ഇടിപ്പിച്ചോടെ അവനെ കൊണ്ടുപോകുന്നേ. എനിക്ക് റിമോട്ട് ഉണ്ട്, അത് മതി. ഇത് മതി എന്റെ ഫസ്റ്റ്. Free Fire India is കുറേ ഇമോട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ആകപ്പാടെ ഒന്നാണ് എക്യൂപ്പ് ചെയ്തത്. കാര്യമില്ല, കൊക്കെ എക്യൂപ്പ് ചെയ്യണം. നമ്മളിതാ വീട്ടിൽ വന്നു. എന്നെ കൊന്നവൻ ഈ കൂട്ടത്തിലുണ്ടോ? അവനെയും വേറെ ആരെങ്കിലും പരലോകത്തേക്ക് അയച്ചോ? അവിടെ ചിക്കൻ അൽഫാമോ? ചിക്കൻ അൽഫാമില്ലാതെ ബ്രോസ്റ്റ് അൽഫാം. ഏതായാലും പീക്കുണ്ടോ? ഇല്ല പീക്കില്ല. ദിബ്ബ ഉണ്ടെന്ന് കണ്ടാൽ തന്നെ അതേ പീക്കില്ല. പീക്കിൻ്റെ ആ രീതിയിൽ ദിബ്ബ ഉണ്ടാക്കില്ല. ഇത് ദിബ്ബയിലിടണം. അല്ല വേണ്ട, ഇവിടെ തന്നെ കാണാം. കാരണം ലൂട്ട് കിട്ടിയിട്ട് നമ്മൾ കാണാൻ പോവാം. കാരണം നമ്മൾ ദിബ്ബയിൽ തന്നെ കഴിച്ച് ഇറങ്ങിയത് കിട്ടണം. ചിന്തിക്കാത്തൊരു വിഷയമേ പോയി. ഓ, എനിമീസ് ഉണ്ട് അടിയിൽ നിറയെ എനിമീസ് ആണ്. ഇപ്പൊ കണ്ടുവരുത്തുന്ന അടിയിലൂടെ പോകുന്നത്. അടാടാടാടാടാടാ, എൻ്റെ കയ്യിലേക്ക് ഏതെങ്കിലും നല്ല ഗണ്ണ് തന്നെ എത്തിച്ചു തരണേ. ഇതാപ്പോ നല്ല ഗണ്ണിന്ന് പ്രാർത്ഥിച്ചതേ. ആ പ്രാർത്ഥിച്ച നാവുകൊണ്ട് നല്ല കളിക്കാൻ അറിയാത്തൊരു എനിമീനെ എനിക്ക് എത്തിച്ചു തരാം. ഇത്രയും നേരം അതാ പോകുന്നു. ബാക്കിൽ പോയി നോക്കാം നമുക്ക്. സുഖല്ലേ മച്ചാനെ? അത് പോരളിയാ, ഇനിയും അടിക്കണം നമുക്ക്. അത് അവൻ്റെ സ്നൈപ്പർ ആയതുകൊണ്ടാ. ഞാൻ റിവൈവ് അടിക്കും. കൊടുക്കടാ അവൻ്റെ കിളുങ്ങാൻ കിട്ടുന്നു. ഞാനതാ വീണ്ടും നോക്കിയടാ, നിനക്കുള്ളത് തരാം ഞാൻ. നമ്മളെ ഓരോ കളി കളിക്കുമ്പോൾ നമ്മൾ കൊന്നവൻ്റെ പേര് ഓർത്ത് വെച്ച് റിവഞ്ച് ഇടണം. പക്ഷെ പേര് ഓർക്കാൻ ഞാൻ മറന്നുപോയി. അല്ല, നമുക്ക് അടുത്ത ആഴ്ച കൊണ്ടുവന്നാലും എന്നിട്ട് അവനുമായിട്ട് റൂം ഇട്ട് ചലഞ്ച് അടിച്ച് കളിക്കാം. അവനോട് റിക്വസ്റ്റ് ചെയ്യാം, റൂമിന് വരുന്നുണ്ടോ മോനീന്ന്. മകനെ തിരികെ വരൂ. എന്നെ കൊന്നവൻ്റെ മുമ്പിലൊന്നുകൂടി കിട്ടട്ടെ. കാല് കൂപ്പി ഞാൻ യാചിക്കും, അല്ല കൈ കൂപ്പി ഞാൻ യാചിക്കും, എന്നെ ഇനി കൊല്ലല്ലേന്ന്. എടാ എനിക്ക് വീഡിയോ ഒരു 20 മിനിറ്റെങ്കിലും പിടിച്ചു നിൽക്കാനുള്ളടാ. ഞാനെന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടണ്ടേ, മോൺസ്ട്രാഷൻ കിട്ടണ്ടേ. എന്ത് കാര്യം കഴിയും, നമ്മൾ എത്ര ചെയ്താലും ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നില്ല. എനിക്കറിയാം. നമ്മൾ 2 മാസമായി ചാനൽ തുടങ്ങിയിട്ട്, എന്നിട്ട് 37 സബ്സ്ക്രൈബേഴ്സ്. അതും കിട്ടാത്തവരുണ്ട് എനിക്കറിയാം. പക്ഷേ
കഷ്ടമാണ് നമ്മുടെയൊക്കെ കഥ. ഇവിടെ ആരെയോ ഒരാളെ കണ്ട പോലെ എനിക്ക് തോന്നി. റിമോട്ട് ഇട്ട് ഞാൻ ചാടി കളിക്കും. ആരടാ എൻ്റെ മുമ്പിൽ? വാടാ, ധൈര്യണ്ടേ വാടാ, വടമനേ. വേണ്ട. ഓ വരണ്ട നീ എൻ്റെ മുമ്പിൽ വരണ്ട. നിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ലടാ. എടാ അവൻ്റെ ഒക്കെ ഗണ്ണിൻ്റെ iPhone 15 എന്തെങ്കിലും ഉണ്ടാവും അവൻ്റെ കയ്യിൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രണയൻ 56-87 കൂടെ നമുക്ക് ഒരു മാച്ച് റൂമിട്ട് കളിക്കണോ അല്ലെങ്കിൽ അവനെ ടാർഗറ്റ് ചെയ്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് പവർ കാണിച്ചു കൊടുക്കാം നമ്മുടെ ഗെയിമർ മാസ്റ്റർ YT ഫാൻസിൻ്റെ.